ഹായ് വ്യൂവേഴ്സ്, അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൗണ്ട് അബൂല് എന്തൊരു ലേക്കായിരുന്നു, ലേക്കിൻ്റെ പേര് മൗണ്ട് അബൂന്ന് നക്കി ലേക്ക് കണ്ടിട്ട് നമ്മൾ താഴെ ഇറങ്ങി അവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന ചോറ് കഴിക്കുന്ന അങ്കിത്തും അബിയും ഞാനും ചോറ് കഴിക്കാൻ പോവാം. ചോറ് നമ്മൾ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓരോ പാത്രത്തിൽ ചോറും കെട്ടി ചിക്കൻ വറുത്തതുണ്ട്, മോരേറിയുണ്ട്, കിഴക്ക് മെഴുക്കുവരട്ടിയുണ്ട്, കോവയ്ക്കയുണ്ട്. അപ്പോൾ ഇതും കൂട്ടി കഴിച്ചിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ യാത്ര തിരിച്ചതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെയാണിത്. എന്നിട്ട് രാവിലെ ആദ്യം നമ്മൾ ബുള്ളറ്റ് അമ്പലത്തിൽ പോയായിരുന്നു. പിന്നെ രണ്ടാമത് മൗണ്ട് അബൂവിൽ പോയി അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഇതിനകത്ത് കാഴ്ചകൾ എന്ന് പറയുന്നത് കൂടുതൽ ഹൈവേ കൂടെയുള്ള യാത്രകൾ മാത്രമേ ഉള്ളൂ. ഡെസ്റ്റിനേഷനിലൊന്നും എത്തിപ്പെട്ടില്ലായിരുന്നു. അപ്പം രാവിലെ ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചോറൊക്കെ കഴിച്ചു. 2:30-3 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. നമ്മൾക്കിനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്, ഗുജറാത്തിൽ. ഇപ്പം നമ്മൾ രാജസ്ഥാനിൽ കൂടെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഹമ്മദാബാദ് എത്തണം. അഹമ്മദാബാദ് നമുക്കൊരു 7 മണിക്കൂറോളം സമയം കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഹൈവേയിലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ പിന്നെ ഗ്രാനൈറ്റിൻ്റെയൊക്കെ ഷോറൂമുകളാണ്. ഒരു സൈഡ് മൊത്തം അങ്ങനത്തെ കടകളൊക്കെയാണ്, ഗ്രാനൈറ്റും മാർബിൾസും ഒക്കെ. അങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടും കറങ്ങാൻ വേണ്ടിയിട്ടും സ്ഥലങ്ങളൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നേരിട്ട് അഹമ്മദാബാദ് ചെന്നിട്ട് അഹമ്മദാബാദിൽ നിന്ന് മുംബൈ വഴി നമുക്ക് അങ്ങ് കയറി പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കും. പിന്നെ എല്ലാവരുടെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കാണ് അഹമ്മദാബാദിലെ സമയം കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജോധ്പൂരിൽ വെച്ച് ക്രോസ് ചെയ്തൊരു വണ്ടിയായിരുന്നു ഇത്. എന്തോ ഒരു മെഷീൻ കൊണ്ടുപോകുന്ന വണ്ടി. അതിനെ വീണ്ടും നമുക്ക് കിട്ടി. മൗണ്ട് അബു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ക്രോസ് ചെയ്ത് നമ്മളെ മൗണ്ട് അബുവിൽ കയറിയപ്പോഴത്തേക്ക് അത് നമ്മളെ ക്രോസ് ചെയ്ത് പോയി. അപ്പം വീണ്ടും അതിനെ കണ്ട് ദൂരം നോക്കുമ്പോൾ ഒരു ഗത കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നുണ്ട്. അടുത്ത് ചെല്ലുമ്പോഴാണ് എന്തൊരു ഒരു വണ്ടിക്കകത്തൊരു മെഷീൻ്റെ ഏതാണ്ട് പാർട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അഹമ്മദാബാദിലോട്ട് ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്രസ് ഹൈവേ ഒക്കെ കിട്ടും. അങ്ങനെ ഹൈവേ കൂടെ എക്സ്പ്രസ് ഹൈവേ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അഹമ്മദാബാദിലോട്ട് എത്താൻ ഒരു 3 മണിക്കൂർ കൂടുതലുണ്ട്. അപ്പം ഒരു 159 കിലോമീറ്റർ ദൂരവും കൂടാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ 17 മിനിറ്റ്. അപ്പോൾ നമുക്കിവിടെ ബോർഡിൽ കാണിക്കുന്ന അഹമ്മദാബാദ് 155 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾ രാത്രിയിൽ അഹമ്മദാബാദിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞൊക്കെയാണ് പോകുന്നത്. പക്ഷേ റൂം എടുക്കത്തില്ല കേട്ടോ. വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങത്തേ ഉള്ളൂ. രാത്രിയിൽ ഹൈവേ തന്നെ ഓടിക്കയറി നമ്മൾ ഈ പകൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ കയറുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ആവും. അപ്പം പിന്നെ നമുക്ക് രാത്രിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഓടി എത്തേണ്ടതാണ്. അപ്പോഴും നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലോട്ടൊക്കെ കയറാറായി. ഇപ്പം നേരത്തെ പോലെ ചെക്ക് പോസ്റ്റോ അങ്ങനെയൊന്നും കാണുന്നില്ല. ചിലയിടത്തൊക്കെ പോലീസുകാരിങ്ങനെ നിന്ന് ചോദിക്കത്തതേ ഉള്ളൂ. നേരത്തെ പോലെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇപ്പം കാണുന്നില്ല. ഇനി ഞാൻ കാണാഞ്ഞാന്നൊന്നും എനിക്കറിയത്തില്ല, കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ബോർഡുകൾ നോക്കിയിട്ടാണ് മനസ്സിലായത് നമ്മൾ ഗുജറാത്തിലെത്തി എന്നുള്ളത്. ടോൾ പാസ് ഗുജറാത്തിലെ ആദ്യത്തെ ടോൾ പാസ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, കേമന ടോൾ പ്ലാസ. നേരെ പോകുന്ന അംബാജി, താഴോട്ട് തിരിഞ്ഞു പോകുന്നത് അഹമ്മദാബാദ്. ഇവിടെ എല്ലാം മാർബിളിന്റെ ഗ്രാനൈറ്റിന്റെ കടകൾ. മേളിൽ കൂടെ വണ്ടി വന്ന് നോക്കടാ. ഇവിടെ പെട്രോളിന് 94 രൂപയുള്ളൂ. ഇവിടെ 94, 90
94 57 എന്നാലും 94 എന്നാ കുറച്ച് അടിച്ചിട്ടൂടെ? ഇവിടെ എല്ലാം വണ്ടിയുടെ വണ്ടിക്കടയാ. വണ്ടി കമ്പനി കമ്പനി കടയാ. സിനിമ തിയേറ്റർ. ട്രെൻഡ്സും ഗുജറാത്തിലെ റെനോൾഡ് ട്രൈബർ പാലംപൂർ. ഇവിടെ എല്ലാം കാർ കമ്പനി അല്ലേ അഭിയ? കാർ സ്കൂട്ടർ. നമ്മള് പാലംപൂർ എത്താറായി. 2 കിലോമീറ്റർ. പാലംപൂരിനകത്ത് പാലം ഉണ്ടോ? ഇവിടെ ഓട്ടോയ്ക്ക് വരെ ഇങ്ങനത്തെ വണ്ടിയാ. വാൻ ഓട്ടോയും ഉണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. ഇതൊക്കെ അവിയെ പോക്കുവെച്ചെന്ന് കേട്ടാ പണി നടത്താന്. ക്രെയിനിന്റെ വണ്ടിക്ക് പൊക്കി വെച്ചത് ഇതുകൊണ്ടല്ലോ. എത്ര ലൈനോ? 6 ലൈനോ? 1 2 3 4 5 6 ലൈൻ പാത. 6 ലൈൻ ഹൈവേ. അഹമ്മദാബാദ് 138, മെഹസാന 64, അംബാജി 60. അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ കയറിയപ്പം പെട്രോൾ അടിക്കാൻ നിർത്തി. ഫുൾ ടാങ്ക് അടിച്ചു. ഇവിടെ കാരണം വിലക്കുറവുണ്ട്. 94 സംതിങ്ങേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ ജോധ്പൂരിൽ നിന്നൊക്കെ അടിച്ചത് 106-നും 108-നും ഒക്കെ ആയിരുന്നു. ഗുജറാത്തിലാണ് നമുക്ക് കുറച്ച് വിലക്കുറവ് കിട്ടിയത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി ഇതുപോലത്തെ കുറേ ബിൽഡിങ്സുകളും ഒക്കെ കാണാൻ പറ്റും. ഇതെവിടെ? മെഹസാനയോ? അഹമ്മദാബാദ് വഴിയെന്നാ പോന്നെ? മാത്രം അഹമ്മദാബാദ് ടച്ച് ചെയ്ത് പോകുന്ന വേറെ വഴിയുണ്ടോ? 8 മണിക്ക് അടയ്ക്കും. എന്തുവാ? സ്വാമിനാരായണ ടെമ്പിൾ. വീടിന് 8 മണിക്കോ? നമ്മളെത്തത്തില്ലല്ലോ. സമയത്ത് പണിയാ കാണിക്കുന്നത്. മാർച്ച് 19. ജോധ്പൂരിലെ വണ്ടി കടയുടെ പേര് കടയാണ്.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടത് ഇതായിരുന്നു പണിയാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനാണ് സബർമതിയാണല്ലോ. സബർമതി അല്ല, മേസാണ്. വാളം. പാലത്തിന്റെ പണി നടക്കുന്നത്. പാലല്ല, ഓവർ ബ്രിഡ്ജ്. വാളം വാളം വാളം. ബോർഡ് വെച്ചിട്ടില്ലല്ലോ ഇവിടെ. അഹമ്മദാബാദ് മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണോ ഇതോ പണി നടക്കുന്നത്? അല്ല, പിന്നെ അപ്പോഴേ മണ്ണ് അപ്പോഴേ പണിഞ്ഞിട്ട് Keep right to take the flyover. Continue on Ahmedabad, Palanpur Highway for 1.5 kilometers. അമൂൽ സാഗറിന്റെ കമ്പനിയാണോ അത്? മെയിൻ റോഡിലെല്ലാം കമ്പനിയുണ്ട്. ദൂത് സാഗർ ഡയറി, അമൂൽ സാഗർ. അമൂൽ, ദൂത് സാഗർ. ഇതിന്റെ പേര് മേസാന. ദൂത് സാഗർ ഡയറി എൻട്രി ഇവിടെ. ഇപ്പം In 300 meters at Radhanpur Circle, continue straight onto Ahmedabad, Masana Road, Ahmedabad, Palanpur Highway. 75 അവിടെ ഫ്ലൈറ്റ് താഴ്ന്നു. ഇതെന്താ മന്ദിരം? സ്വാമിനാരായണ മന്ദിരാണോ? സൂചിതമാണ്. അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടുത്തെ എല്ലാ മന്ദിരം സ്വാമിനാരായണ മന്ദിരമാണ്. ഗുജറാത്തിൽ സ്വാമിനാരായണൻ്റെ ഒരു എല്ലാ ഏരിയയിലും ഉണ്ട്. ഗുജറാത്തി ഹെൽമെറ്റ് വേണ്ട. ഗുജറാത്തിലെ രണ്ടാമത്തെ ടോള്. ഇത് എത്രാമത്തെ? ഗുജറാത്തിലെ മൂന്നാമത്തെയോ? മൂന്നാമത്തെയോ നാലാമത്തെയോ ടോള്? അപ്പൊ ഇപ്പൊ സമയം രാത്രി 7:30 നമ്മൾ അഹമ്മദാബാദ് എത്തിയതേ ഉള്ളൂ. അപ്പം ഒരുപാട് സമയം ലേറ്റായി. മൗണ്ട് അബുവിൽ പോകാൻ നമ്മൾ തീരുമാനിച്ചതല്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കണ്ട് കയറിയതാണ്. അവിടെ പോയി നമ്മുടെ സമയം ഒരുപാട് പോയത് കാരണം പ്രതീക്ഷിച്ച സമയത്ത് ഇവിടെ എത്താൻ പറ്റിയില്ല അഹമ്മദാബാദ്. അതുകൊണ്ട് നമ്മളിവിടെ റൂം എടുക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഓടാന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇട്ടേക്കുന്നത് ബോംബെ ആണ്. അപ്പോൾ സമയം രാവിലെ 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബോംബെയിൽ എത്തുന്ന സമയമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡും കൂടെ കഴിച്ചിട്ടൊക്കെ
അങ്ങനെ ഓടാന്ന് വിചാരിക്കുന്നു. ആ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഡബിൾ ലൈൻ 6 ലൈനാ, 6 ലൈൻ. അതിനകത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷെ അത് എവിടെയാണ് കറക്റ്റ്? ഏത് വഴിയാണ് നോക്കി? അത് ഏതിലൂടെ പോയാലും മതിയോ? പിന്നെ ടോൾ ഗേറ്റ് ആണ്. സൂറത്ത് 269, ഹൻസോൾ 4, വിസ്നഗർ 75, ഗാന്ധിനഗർ ഗാന്ധിനഗർ ഐഡിയ വഡോദര നേരെ ഗാന്ധിനഗർ ലെഫ്റ്റ്. ഇതാ പാലം. ഇത് മറ്റേ ആണോ? അല്ലല്ലോ, ഈ പാലത്തെ കൂടെ നമ്മൾ പോയിട്ടില്ല നേരത്തെ. ഈ പാലത്തോളൂ. ഈ വഴിയല്ലാതെ മുംബൈ 549 കിലോമീറ്റർ, വഡോദര 112, ഇല്ലേ? ഹിംതാംഗർ 67. പിന്നെ ടോള്, ഇതേത് ടോള്? രണാസന. രണാസനയാണോ? രണാസന. ഇത് ലൈറ്റ് പോയത്. നമ്മൾ ലെമൺ റൈസും മീനച്ചാറും കൂട്ടി കഴിക്കുകയാണ്. എന്തിത്തെ കഴിക്ക്. അബി കാണുന്നില്ല. അഹമ്മദാബാദിൽ മീനച്ചാറും മീനച്ചാറും കൂട്ടി ചോറ് കഴിക്കുക അഹമ്മദാബാദിൽ. എക്സ്പ്രസ് വഴി ആണല്ലോ. मंथ शुरू, सैलरी खत्म, कुछ अमीरों वाला दिखाओ। Tap Talk Watch on Jio Hotstar. यहाँ गरीब आदमी को हारने का पैसा मिलता है, इधर आसपास भी नहीं। ये एसआरएच तो बहुत तगड़ा खेल रही है। वो एसआरएच बहुत तगड़ा खेल रही है। के खेमे से आसपास आने वाला 14.1 बॉल में 170, हेनरिक क्लासन उनके इर्द गिर्द है और ईशान किशन 170। ने चौथी बार एक सीजन में 400 से ज्यादा रन जड़ दिए। 516 उनका हाईएस्ट। कोई हैरानी नहीं होगी कि उसको भी पार कर ले जिस तरीके से जा रहा है। अर्शदीप को चाहिए विकेट, श्रेयस अय्यर ने वापस बुलाया, जड़ में डाली फिर से वो गेंद। प्लान बिल्कुल क्लियर। അപ്പൊ നമ്മള് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലോട്ട് പോകാൻ In 400 meters, join National Expressway 1. 1-ല് നാഷണൽ എക്സ്പ്രസ് ഹൈവേ 1-ല് കയറുകയാണ്. ഇത് എത്ര കിലോമീറ്റർ? 100 കിലോമീറ്ററോ? ഇനി 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് എക്സിറ്റ് ഉണ്ടാവും. അതിൻ്റെ ടോളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് പുറകോട്ട് വന്ന് അങ്കത്തിന് ഫ്രണ്ടിൽ സീറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ഇനി എക്സ്പ്രസ് വേയിൽ അവന് ഫ്രണ്ടിൽ ഇരുന്ന് കാണിട്ട് ഞാൻ എന്തായാലും കുറച്ച് ഉറങ്ങാൻ പോവാ. അതിൻ്റെ ടോളാണ്. മാച്ചിങ് 360 കാണാൻ പറ്റും. ഇവിടെ കാണിക്കും ഇങ്ങനെ. अंकित पहले बॉल डालने जा रहा है।
അങ്ങനെ നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേ 1 കയറി. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ? സൈഡില് പാർക്കിംഗ് ഉണ്ടോ? ഇൻ എമർജൻസി പാർക്ക് ഓൺ ലെഫ്റ്റ്. എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. അഹമ്മദാബാദ് ബോംബെ നാഷണൽ എക്സ്പ്രസ് ഹൈവേ. ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റ് കാണും പുറത്ത് വേറെ സ്ഥലത്തോട്ട് പോകാനുള്ളവർക്കൊക്കെ അല്ലേ? हमारे बचपन में ऐसा की ऑडियंस बैठी और देख पीछे अरे पीछे देख ना, अरे पीछे देख यहाँ मैंने से कुछ जब किंग्स के बैनर नीचे बैठे देख दिया सुन ले कार इപ്പുറത്തല്ലേ? लाइक मारने लगे ओए ये बोला नहीं हाँ ये अरे यार ये रास्ते वापस लेफ्ट में कर दिया। ऐसा देखने में मजा आ रहा है यार। पैट कमिंग्स മതിയോ? जो है कि फास्ट हैंड्स है, उसके कारण बहुत लंबा मारते हैं जब भी संपर्क रहता है बल्ले का गेंद के ऊपर। इस बार भी एकदम टॉप टू द बॉक्स, जबरदस्त ये शॉट है। और ऐसी जो पोजीशन है मुकाबले की इनकी, जो पहले खबर आई थी जब इसने ऑस्ट्रेलिया के लिए खेलने गए थे, बर्थ के लिए खेलने गए थे पिछले मैच में, നമ്മളിപ്പം നാഷണൽ എക്സ്പ്രസ് വേ കയറാൻ എക്സിറ്റ് ആവാണ്. ഇപ്പം നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേന്ന് എക്സിറ്റ് ആവുന്നുണ്ട്. ഇപ്പം അമ്മയും അമ്മയും കൂടെ ഉറങ്ങുക. ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇപ്പം ഇറങ്ങി. നമ്മളിപ്പോൾ നാഷണൽ എക്സ്പ്രസ് ആണ്. നാഷണൽ ഇവിടെ നിന്നല്ലേ പോകണ്ടേ? നാഷണൽ എക്സ്പ്രസ് ഹൈവേ 4 കൂടാണ് ഇല്ല? വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ 4 കയറി. കാർ ഡിസ്റ്റൻസ് 70 മീറ്റർ. ഇത് ഭയങ്കര എക്സ്പ്രസ് വേ ആണ്. One side is his lane. ഇവിടുന്ന് പിടിച്ചാൽ മതി. വണ്ടിയുടെ സ്പീഡ് 80. പതുക്കെ പോയാൽ മതി. വണ്ടി പോവാതെ ബോർഡ് പിടിക്കും പെട്ടാതെ. 120 സ്പീഡ് 4 കാർ. അങ്ങനെ 12 മണിയായപ്പോൾ നമ്മളൊരു പമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കി. ഇവിടെ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. എക്സ്പ്രസ് വേയിൽ തന്നെയുള്ളൊരു പമ്പിൽ. അങ്ങനെ നമ്മൾ ജോധ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ആദ്യത്തെ ദിവസം നമ്മുടെ റൂം എടുത്തില്ലെങ്കും രാത്രിയിൽ ഓടി അഹമ്മദാബാദിലെത്തി. അഹമ്മദാബാദിൽ നിന്ന് പിന്നെ ഫുൾ നൈറ്റ് ഓടിയിട്ടാണ് നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെയാണ് മുംബൈയിലെത്തിയപ്പോൾ. അപ്പം രാത്രി 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഒതുക്കിയിട്ടൊരു പമ്പിൽ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിയായപ്പോഴത്തേക്ക് വീണ്ടും വണ്ടി എടുത്ത്
ഓടിച്ച് പിന്നെ ഒരു വെളുപ്പിനെ 5:30 ആയപ്പം കൊണ്ട് നിർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഓടി. പിന്നെ നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ കയറി ഫ്രഷ് ആയിട്ടാണ് യാത്ര തിരിച്ചത്. അപ്പം ആദ്യത്തെ ദിവസം ഫുൾ ഡേ ഇങ്ങനെ പകലും രാത്രിയും ഓടി. ഇനി നമ്മൾ ബോംബെയിൽ ചെന്നിട്ടാണ് പിന്നെ നിൽക്കുന്നത്. സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. ബോംബെയിൽ തിരക്കുകളിനകത്ത് ഒരുപാട് പെട്ട് സിറ്റി കൂടെ തന്നെയാണ് പോയത്. അപ്പം ഇനി അവിടെ നമ്മൾ ബോംബെയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മുംബൈയിലെ തിരക്കുകളൊക്കെ കൂടെ ഉള്ള ഒരു വീഡിയോ ഇടാം. ഇപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടിലെത്തി കഴിഞ്ഞ്. അപ്പം വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ബാക്കി തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എനിക്ക് സമയത്ത് ഇടാൻ പറ്റാത്തത്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ള ഹൈവേ കൂടെ ഒക്കെയുള്ള യാത്രയായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനില്ലായിരുന്നു. ഒള്ളി ഹൈവേ കൂടെ മാത്രമുള്ള യാത്രയായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മുംബൈയിലെ വീഡിയോ ആയിട്ട് വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ രാവിലെ 5:30 ആയപ്പം വീണ്ടും വണ്ടിയെടുത്ത് നാഷണൽ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങി അടുത്ത നാഷണൽ ഹൈവേ 48 കയറിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പമ്പിലെങ്ങാനും നിർത്തി നമുക്കൊന്ന് ഫ്രഷ് ആവണം.